നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. അർജുൻ ആയങ്കിയെ കാപ്പി ചുമത്തി എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വാർത്ത. നമ്മുടെ ഈ വാർത്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ദിവസം വളരെ സജീവമായി നിൽക്കുന്ന പിറ്റേ ദിവസം അതിന് പ്രസക്തി ഇല്ലാതാവും. സത്യത്തിൽ 2 ദിവസം മുമ്പ് അർജുൻ ആയങ്കി ആയിരുന്നു, പക്ഷെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് പോയി. ഓരോ ദിവസങ്ങൾ സംഭവിക്കുന്നതാണ്. അതുപോലെ മറ്റു പല വിഷയങ്ങളും നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇപ്പൊ വീണയുടെ വിഷയം വരുന്നതിന് തൊട്ട് മുമ്പ് ചർച്ച ചെയ്ത പല വിഷയങ്ങളും പെട്ടെന്ന് ഇപ്പൊ അർജുൻ ആയങ്കിയുടെ ഇന്നിപ്പോ കാപ്പ ചുമത്തിയിരിക്കുന്നത് ആ വാർത്ത ലൈവായിട്ട് നിൽക്കുമ്പോഴാണ് ഭയങ്കര വാർത്തയാണ്, പ്രധാന വാർത്ത. പക്ഷെ ഇപ്പൊ അത് ആരും ഗവൺമെന്റ് ഓടിച്ചിട്ട് പിടിച്ചതും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നെങ്കിൽ അത് വലിയ കാര്യമായിരുന്നു. എന്തായാലും അർജുൻ ആയങ്കി മാത്രമല്ല, പിടികൂടിയിട്ടുണ്ട്. പക്ഷെ മരണനീഷിന്റെ പേരിൽ പുതിയ കേസുകളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അവർ മൊത്തത്തിൽ ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിന്റെ അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അങ്ങനെ പിടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു നമ്മുടെ അങ്കമാലി ഒക്കെ കേന്ദ്രീകരിച്ച് കുറെ സ്ഥിരം ഗുണ്ടകളുണ്ട്. അവരൊക്കെ പലരും മുങ്ങിന്നാണ് കേൾക്കുന്നത്. ഈ കൊച്ചിയിലെ പോലുള്ള നഗരങ്ങളെ, വ്യവസായ നഗരങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സംഘങ്ങൾ അവിടെ തന്നെ കൂടിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഇതിനോടൊപ്പം തന്നെ വളരെ രസകരമായ ഒരു വാർത്ത കൂടി പറഞ്ഞു പോകണം. അത് നമ്മുടെ അഖിൽ നൂറനാടിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്ന് വീഡിയോ ചെയ്തു. പലരും എന്നോട് ചോദിച്ചിരുന്നു, ഈ വാസ്തവത്തിൽ ഈ അഖിൽ നൂറനാടിന്റെ ഭാര്യയെ ഒളിച്ചോടി പോയ വാർത്ത ആദ്യം അറിയുന്നത് നമ്മളായിരുന്നു. എന്നെ ഒരാൾ അറിയിച്ചു. ഞാൻ ഓർത്തേ, ഒരാളുടെ ഭാര്യ ഒളിച്ചോടി പോയത് വാർത്തയല്ലല്ലോ. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും, പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്, പക്ഷേ അത് വലിയ വാർത്തയായി മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മനോരമ ഓൺലൈൻ, അതെല്ലാം മനോരമ പിന്നെ ഇങ്ങനത്തെ ഒന്നും വിടത്തില്ല കേട്ടോ. ഇപ്പോഴത് കൂടുതലാണ്, അല്ല, ജനത്തിന് താല്പര്യമുള്ള വാർത്തയാണെന്നറിയാം, അതുകൊണ്ട് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഇതിനകത്തൊരു വീഡിയോ ചെയ്യാൻ കാരണമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ട്വിസ്റ്റ് ഇന്നലെ വരുന്നു. അതായത് ഇയാൾ ബസ് ഡ്രൈവർ ഇവനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയതാണ്, അങ്ങനെ ഒളിച്ചോടില്ലാത്ത രീതിയിലേക്ക്. പക്ഷെ അവരങ്ങനെ പറഞ്ഞൊന്നുമല്ല, അവരത്ര ഒരു പോസ്റ്റിലൂടെ ഒരു സാഹചര്യം സൃഷ്ടിച്ചതാണ്. അപ്പം ഇവരോട് എനിക്ക് പരിചയമുള്ള ഒരാൾ സംഭാഷണം നടത്തുകയാണ്. എന്നുവെച്ചാൽ അവർ വിളിച്ചതാണ്. വിളിച്ചിട്ട് പറയുമ്പോഴത്തേക്കും, ചേട്ടാ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടാ ഞങ്ങൾ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെന്ന് പറയുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ഈ മേഘയുടെ വീട്ടുകാരൊക്കെ ഇയാളോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എനിക്ക് ഇയാൾ അയച്ചു തന്നു. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. വാസ്തവത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. അത് അവരുടെ ഇഷ്ടമാണ്, നമ്മുടെ എതിരൊന്നുമില്ല. അവർക്ക് ആരുടെ കൊണ്ട് ഒളിച്ചോടി പോകണം എന്നൊക്കെ നിയമപരമായ പ്രശ്നമൊക്കെ ഉണ്ടാവും. കാരണം വിവാഹം കഴിക്കരുതേ ഉള്ളൂ, താമസിക്കരുത് നിയമം, മറ്റൊരു വിവാഹം കഴിക്കരുന്നുള്ളൂ. അപ്പൊ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വാർത്ത കേട്ടോ, ബസ് ഡ്രൈവറെയും ഇവൾ ഉപേക്ഷിച്ചു. അതൊക്കെ വെറുതെയാണ്, ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ അവാസ്തവമായ കാര്യമാണ്. എന്തായാലും ഞാനൊരു വീഡിയോ അതേക്കുറിച്ച് ചെയ്തതുകൊണ്ട് സൂചിപ്പിച്ചു പോയെന്ന് മാത്രം. ഇനി പറയേണ്ട മറ്റൊരു കാര്യം ശ്രീജിത്തിന്റെ കാര്യമാണ്. ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് ഇന്ന് പുതിയൊരു OP കൂടെ വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്, ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അതായത് ഇതൊരു മാഫിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഈ ചില കാര്യങ്ങൾ ഇപ്പം എന്തുകൊണ്ടാണ് ശ്രീജിത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ശ്രീജിത്തിൻ്റെ ഹൈന്ദവ ഭക്തി, അതായത് അദ്ദേഹത്തിൻ്റെ ഭക്തി ജീവിതം പരസ്യമാണ്. അദ്ദേഹം യൂണിഫോം ഇട്ട് പോലും പലപ്പോഴും ഈ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹം പലപ്പോഴും കച്ചേരികൾ നടത്താറുണ്ട് പോലീസില്. അദ്ദേഹം നന്നായി കച്ചേരി നടത്തുന്ന അപൂർവം ഉന്നത ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ക്ഷേത്രങ്ങളിൽ മതപ്രഭാഷണം നടത്താറുണ്ട്, ആത്മീയ പ്രഭാഷണങ്ങൾ. അദ്ദേഹം എന്തു സാഹചര്യം ഉണ്ടെങ്കിലും മൂകാംബികയെ പോവുകയും അത് പരസ്യമായി പറയും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് RSS ആണെന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അവർ യുവന സംഘടനകളൊക്കെ തന്നെ വർഗീയത തൊലയട്ടെ എന്ന് പറയുമ്പോൾ, ഏത് വർഗീയത എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ്. അതായത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു BJP ആയിട്ടോ RSS ആയിട്ടോ ഒരു ബന്ധമുള്ള ആളല്ല, പക്ഷെ കടുത്ത ഭക്തനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. അത് ആരാണ് ടാർഗറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നമുക്കറിയാൻ പറ്റും. എന്ന് മാത്രമല്ല, ഈ പാലത്തായി കേസിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ, പാലത്തായി കേസ് ഞാൻ പറഞ്ഞു, ഈ നാട്ടിലെ പോക്സോ കേസിൽ പലതും കള്ളത്തരങ്ങളാണ്. അപ്പം പക്ഷെ പോക്സോ നിയമം എന്താണോ പരാതി, ആ പരാതി അനുസരിച്ച് നടപടി എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ പാലത്തായി പത്മരാജൻ മാഷ് കേസിൽ എല്ലാ തെളിവുകളും പത്മരാജൻ മാഷിന് അനുകൂലമായിരുന്നു. എന്നുവെച്ചാൽ ഇതൊരു ഭാവനയിൽ സൃഷ്ടിച്ച ഒരു വ്യാജ ആരോപണമാണ് എന്ന് വ്യക്തമാക്കുന്ന എല്ലാ തെളിവും ഇതാണ്. ഇത് അദ്ദേഹം ആരോ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു. ഒരു പക്ഷേ വിളിച്ചതും അത് പുറത്ത് വന്നതുമൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ആവാം. പക്ഷെ പിന്നീട് ഈ ഉണ്ടായത് എന്താ വെച്ചാൽ, നിയമം അതേപടി പാലിച്ചുകൊണ്ട് ശിക്ഷിക്കുകയാണ് ഈ പത്മരാജനെ താഴത്തെ കോടതി. പക്ഷേ ഹൈക്കോടതി തള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതി കിടക്കുവാണ്, അപ്പീലുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇവരുടെ വലിയ, കാരണം ഈ പാലത്തായി കേസിൽ പത്മരാജൻ ജയിലിലടയ്ക്കുക എന്നുള്ളത് വളരെ തീവ്രമായി ചിന്തിക്കുന്ന
ഇസ്ലാമികവാദികളുടെ ഒരു വലിയ അജണ്ടയായിരുന്നു. മലബാർ മേഖലയിൽ വ്യാപകമായി ഇയാൾക്കെതിരെ ആയിരുന്നു. കാരണം അതിന്റെ കാരണം ഈ പൗരത്വ ഭേദഗതി നിയമം നടക്കുമ്പോൾ ഇയാൾ BJP കാരനാണല്ലോ. അതെ. ഇയാളുടെ കുട്ടികൾ ഭൂരിഭാഗവും മുസ്ലിംസാണ്. ഇയാൾ ഈ പൗരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരല്ല, എന്തുകൊണ്ട് നടപ്പിലാക്കണമെന്ന് വിശദീകരിച്ചിരുന്നു. ക്ലാസ് എടുത്തു. അതാണ് ഇവരുടെ ശത്രുതയുടെ കാരണം. വീട്ടിൽ പോയി പറഞ്ഞാണ് പറഞ്ഞു. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് SDPI ബന്ധമുള്ളവർ തന്നെയാണ് ഇയാളെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോയതും ആ പാവം കൊച്ചറിയാതെ ഇതിനകത്ത് പെട്ടുപോയതായിരിക്കാം. എന്തായാലും അന്നു മുതൽ ശ്രീജിത്തിന്, അന്നു മുതലെന്നല്ല പണ്ട് മുതലേ കാരണം ശ്രീജിത്തിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടുപ്പമുള്ളവർക്കൊണ്ട് എന്തും ചെയ്യും. ഇപ്പം ശ്രീജിത്തും രാജ്മോഹനും തമ്മിൽ അടുപ്പമെന്ന് കരുതുക. അപ്പോൾ രാജ്മോഹൻ ചോദ്യം വിളിച്ച് കാര്യം പറയുകയാണെങ്കിൽ ശ്രീജിത്ത് അങ്ങ് വിശ്വസിക്കും, എല്ലാം അങ്ങ് തുറന്നു പറയും, എല്ലാം ചെയ്യുന്നില്ല, അങ്ങ് വിശ്വസിക്കും, കൂടെ നിൽക്കും. അവസാനം ഈ ശ്രീജിത്തിനെ മുതലെടുക്കുന്നു എന്ന് ശ്രീജിത്തിനെ പറ്റിപ്പോയി. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെയൊക്കെ അറിയാവുന്ന ഒരു സുഹൃത്തിന് മാധ്യമപ്രവർത്തകനാണ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, വളരെ പരോപകാരിയാണ് മാധ്യമം, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പേര് പറയുന്നില്ല. എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ 2023 പിണറായി എന്നെ വേട്ടയാടുന്ന സമയത്ത് എന്നെ സഹായിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ്. ഇദ്ദേഹം ശ്രീജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു, പെറ്റായിരുന്നു. പക്ഷേ ശ്രീജിത്ത് അറിയാതെ ഇദ്ദേഹം ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. എറണാകുളത്തെ ഒരു പ്രമുഖനായ വ്യവസായിയോട് ഒരു സിനിമാ നിർമ്മാണം എന്ന് പറഞ്ഞാൽ 2 കോടി രൂപ കണ്ട് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാധ്യമപ്രവർത്തകൻ. അപ്പോൾ ഇങ്ങനെ ചില ഇടപാടുകൾ നടത്തി ഇയാൾ പലരോടും പണം മേടിച്ചതിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ശ്രീജിത്ത് അറിഞ്ഞ് 2 പൊട്ടീര് കൊടുത്തു. സുഹൃത്തുക്കൂടാണല്ലോ. അന്ന് മുതൽ ഇവർ ശത്രുക്കളായിട്ട് ഇദ്ദേഹം ഇയാൾക്കെതിരെ നല്ല പൊളിറ്റിക്കൽ ബന്ധം. അപ്പോൾ പ്രശ്നം വെച്ചാൽ ഈ പോലീസിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പോലീസിൽ വലിയ 2 ഗ്രൂപ്പുകളുണ്ട്. എപ്പോഴും അങ്ങനെ ഒരാളെ താഴെ വിടാൻ. അപ്പൊ ഇങ്ങനെ ശ്രീജിത്ത് വീണാൽ ഗുണം ചെയ്യുന്നവർ ശ്രീജിത്തിനെതിരെ നീക്കങ്ങൾ നടത്തും. കർണാടക മുഖ്യമന്ത്രി TV മധുസൂദനും ജയറാം പണിക്കലും 2 ഗ്രൂപ്പുകളായിരുന്നു. അങ്ങനെയാണ് എല്ലാ കാലത്തും സംഭവിക്കുന്നത്. അജിത് കുമാറിന്റെ കാലത്ത് ഈ ദേബേഷ് മറ്റേ DGP ഉണ്ടായിരുന്നല്ലോ, ദർവേഷ് സാഹിബ്, ഇവർ തമ്മിൽ ഭയങ്കര പോട്ടിയായിരുന്നു. ദർവേഷ് സാഹിബിനെ DGP ആയിട്ട് അജിത് കുമാർ അംഗീകരിക്കുമായിരുന്നില്ല. അതുപോലെയാണ് ഇപ്പം നമ്മുടെ ഹേമേന്ദ്രൻ, അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവായി വെച്ചു എന്നുള്ളതല്ലാതെ അത് സംബന്ധിച്ച് രേഖകളൊന്നും ആയിട്ടില്ലെന്ന് ഒരു വാർത്ത. എനിക്കൊന്ന് സതീശന് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഇയാൾക്കെതിരെ നിരന്തരം കള്ളക്കേസ് കൊടുക്കുക. ഇവർ കൊടുക്കുന്നതുകൊണ്ട് ലക്ഷ്യം ഒരു കേസ് തീരാൻ 5-8 വർഷം എടുക്കും. അപ്പോഴത്തേക്കും വിജിലൻസ് അന്വേഷണത്തിന് കിടക്കുമെന്ന് പറയുമ്പോൾ പ്രൊമോഷനെ ബാധിക്കും. DGP ക്രമസമാധാനത്തിലേക്ക് അടുത്ത് പരിഗണിക്കാൻ നേരത്തെ ഈ കേസ് എല്ലാം വരും. അതുകൊണ്ട് നിരന്തരമായി ഇദ്ദേഹത്തിന് ഒരു മെഡൽ പോലും കിട്ടിയിട്ടില്ല. കാരണം നിരന്തരം കേസാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അറിഞ്ഞത് ഒരു മെഡലും കിട്ടത്തില്ല. കാരണം വെച്ചാൽ എന്നും കേസായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ അവസാനത്തെ കേസും തീർത്തു. കാരണം ഓർക്കണം, കോടതി ഭയങ്കര ബഹളം വെച്ചിരുന്നു, അയാൾ എവിടെ എന്താന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്ലിയർ ആയപ്പോൾ വാർത്തയൊന്നും ഒരിടത്തുമില്ല. പക്ഷെ ഇനി അടുത്ത കേസ് വരാം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇതേ ഈ എടവന ഡിപിൻ എടവന എന്ന് പറയുന്ന ഒരാൾ ഉദ്യോഗസ്ഥൻ, അയാൾ വീണ്ടും കൂടെ കേസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നമുക്ക് ആ വിഷയവും അങ്ങനെ കത്തിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കണം. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ദേശാഭിമാനിയിൽ അന്നത്തെ കള്ളൻ വിജയനുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ സുഹൃത്തായ KR അജയൻ, എന്റെ സുഹൃത്തല്ല, നിങ്ങളുടെ സുഹൃത്ത്. അത് എനിക്ക് സത്യത്തിൽ KR അജയൻ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം അജയൻ ഒരു വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റർ എന്ന നിലയിൽ നീതിയോടെയാണ് പ്രവർത്തിച്ചത്. അതിന്റെ പേരിലാണ് ഈ പേര് ദോഷങ്ങൾ. പക്ഷേ എനിക്ക് അയാളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതിന് കാരണം ഇപ്പോഴൊന്നുമല്ല, UDF ഭരിക്കുന്ന കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴൊന്നും 2016 UDF ഭരണകാലത്ത് ഈ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മുടെ എത്തി വന്നു. എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, സുനിത ദേവദാസ് കൊടുത്താണ്. അവർ പ്രസ് ക്ലബ് മെമ്പറും അല്ല. ആ വാർത്തയുടെ പേരിൽ നമ്മുടെ അന്ന് അമ്പലമുക്കിലാണ് നമ്മുടെ ഓഫീസ്. ആ അമ്പലമുക്കിലെ ഓഫീസിന് പേര് കല്ലെറിയുകയും ആ ഓഫീസിൻ്റെ ബോർഡ് ഇതിന് നേതൃത്വം കൊടുത്തതും ഉത്തരവാദിത്തതും എല്ലാം അജയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അജയൻ പുറത്താക്കപ്പെടുന്നില്ല, നമുക്ക് സന്തോഷമുള്ളൂ. നിങ്ങളുടെ സുഹൃത്താണെങ്കിലും എന്തായാലും പുറത്താക്കിപ്പോ അല്ലേ, രാജിവെച്ചെന്നാണ് ഇപ്പോൾ അവസാനം നമുക്ക് കിട്ടിയ വാർത്ത. ഞാനും അജയനെ വിളിച്ചാൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റിലും പ്രധാന ചാനലിലെ വാർത്ത പോകുന്നുണ്ട്. കാരണം അന്ന് ആ വിഷയം വന്നപ്പോൾ തന്നെ അന്ന് നമ്മൾ കേട്ടത് ഒന്നുകിൽ അജയൻ റെസിഗ്നേഷൻ തരിക, അതല്ലെങ്കിൽ ഇനി റിട്ടയർ ചെയ്യുന്ന കാലാവധി വരത്തേക്ക് ലീവ് എടുക്കാനാണ് അവർ ആവശ്യപ്പെട്ടതെന്നാണ് മാനേജർ. അജയൻ വാസ്തവത്തിൽ ഈ ആലോചിക്കുന്നത് ദേശാഭിമാനി ആ വാർത്ത പത്രങ്ങൾ വന്നപ്പോൾ എല്ലാവരും എതിർത്തിരുന്നു. ഇങ്ങനെയൊരു സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് സംഭവിച്ചു. അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ കള്ളത്തരം. CPM എന്ന് പറഞ്ഞാൽ കാപട്യമാണ് അവരുടെ കയ്യിലിരിപ്പ്. നമുക്ക് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ഒന്നാമത്തേത് ഏതായിരുന്നു? നമ്മൾ മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാറിൽ ഇന്നലെ തമിഴ്നാട് സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെയൊക്കെ യോഗം ഉണ്ടായിരുന്നു. അമിത്ഷാ പങ്കെടുത്തിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി ശേഷം പങ്കെടുത്തു, തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുത്തു. അവിടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനു തയ്യാറാണ് എന്നുള്ള ഇതിൽ പ്രഖ്യാപനം അങ്ങ് നടത്തി വിജയ് തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ഇതൊരു ശരിയായ രീതി അല്ല. പലപ്പോഴും മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ചുള്ള സാധാരണ ആളുകളുടെ ഒരു ധാരണ പ്രശ്നമുണ്ട്. മുല്ലപ്പെരിയാർ പരിഹാരം എന്തെന്ന് കേരളത്തിന് ഇപ്പോഴും ധാരണയില്ല.
കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടുകയാണ്. ഒരു പുകമറ സൃഷ്ടി എല്ലാവരും ഭരിക്കുമ്പോഴേ തന്നെയാണ് സംഭവം. എല്ലാവരും ചെയ്യും. ഈ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം മുല്ലപ്പെരിയാർ എടുത്തിരുന്ന അഴകുഴമ്പൻ നിലപാട് തന്നെയാണ് വി ഡി സതീശൻ്റെ എന്നതിന് തെളിവാണ് ചെന്ന് പറഞ്ഞ. ഒരിക്കലും ഒന്നാമത്തെ കാര്യം, ഇന്നലെ വി ഡി സതീശൻ അവിടെ ചെന്ന് തമിഴ്നാടിനോട് പറഞ്ഞത്, ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞത്, നിങ്ങൾ എവിടെ വേണമെങ്കിലും ഡാം ഉണ്ടാക്കിക്കൂ, ആ ഡാമിനെ നിങ്ങൾ മൊത്തം വെള്ളം എടുത്തു, ഞങ്ങൾ അതിൻ്റെ പണം മുടക്കാമെന്നാണ് പറഞ്ഞത്. ഇതാണ് പറയുന്നത്. പഴയുടെ വിജയ് എപ്പോഴും പറഞ്ഞു അങ്ങനെ ആലോചനയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള ഡാമിൻ്റെ കൂട്ടണം 152,000. ഇതാണ് എക്കാലത്തെയും തമിഴ്നാടിൻ്റെ സ്റ്റാൻഡ്. കേരളമാണ് കൃത്യമായ സ്റ്റാൻഡ്. തമിഴ്നാട് ഒരിക്കലും ഈ പുതിയ അണക്കെട്ടിനെ സമ്മതിക്കില്ല. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ധാരണയായിക്കോളാനാണ്. അല്ല, അതിനകത്ത് പ്രശ്നം വെച്ചാൽ സുപ്രീം കോടതി 2014 വിധിച്ചപ്പോഴും കേരളം ഇങ്ങനെ ആവശ്യം വെച്ചു. സുപ്രീം കോടതി നിങ്ങൾക്ക് നിർബന്ധമാണ് വെച്ചോ, പക്ഷേ ഉത്തരവാദിത്തമൊക്കെ നിങ്ങൾ ഏറ്റെടുത്തോണം, അതിന് പാരിസ്ഥിതികമൊക്കെ നിങ്ങൾ വാങ്ങിക്കോണം, ഞങ്ങളുടെ പുറകെ നടക്കരുത്. പിന്നെ ഈ 12,000-3,000 കോടി മുടക്കി അണക്കെട്ട് പണിത് അയലോക്കംകാരെ സേവിച്ചാൽ നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താവുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കുള്ളതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ കാട്ടിൻ്റെ അകത്ത് ഏതാണ് എവിടെയാണ് അണക്കെട്ട് പണിയേണ്ടത്, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇവർ പറയുന്ന നമുക്കൊരു മുല്ലപ്പെരിയാർ അണക്കെട്ടുണ്ട്, അണക്കെട്ടിന്റെ അകത്ത് പണിയാൻ പറ്റത്തില്ല, പുറത്തല്ലേ പണിയാൻ. അപ്പോൾ പുറത്ത് പണിയുമ്പോൾ അതിന് പറ്റിയ സ്ഥലം കണ്ടെത്തണം. ഈ സ്ഥലം കണ്ടെത്തുമ്പോൾ ഈ പഴയ അണക്കെട്ടിനെ ഈ പറയുന്ന പൈലിങ്ങിന്റെ ആഘാതമേക്കാത്ത പോലെ വേണമല്ലോ. ഇതെല്ലാം പരിസ്ഥിതി ദുർബല മേഖല തന്നെ ആയിരിക്കുമല്ലോ, കാടാണല്ലോ, മുഴുവൻ കാടാണ്. അതല്ല രസം, ഈ പഴയ അണക്കെട്ടിനെ ആഘാതമേൽക്കാത്ത തരത്തിൽ വേണമല്ലോ പുതിയ അണക്കെട്ട് പണിയാൻ. ഇത് ഓൾറെഡി പൊളിഞ്ഞു പോകുമ്പോൾ ഇരിക്കുവാണ്. അവിടെ പൈലിംഗ് ഇത് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് കിലോമീറ്ററുകൾ അപ്പുറം. അപ്പൊ അത്രയും ഭൂമി കൂടി നമ്മൾ വിട്ടുകൊടുക്കാന്ന് പറയാ. ഒന്ന് നമ്മുടെ നമുക്കിപ്പോൾ ഉള്ള നമ്മൾ വാടക കിട്ടാത്ത ആ ഭൂമിക്കൊപ്പം നമ്മൾ കൂടുതൽ ഭൂമി വിട്ടുകൊടുക്കാന്ന് പറയുന്നു. മാത്രമല്ല ഇത് കൊടുക്കേണ്ടത് എവിടെയാണ്? കാട്ടിലാണ്. കാട്ടിലെ ഭൂമി വിട്ടുകൊടുക്കണേ കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന് അനുമതി വേണം. പിന്നെ അവിടെ ആരെല്ലാം അനുമതി വാങ്ങിക്കേണ്ടി വരും? വനമന്ത്രാലയം. അതുകൊണ്ട് ഒരിക്കലും നടക്കത്തില്ല. പ്രത്യേകിച്ച് തമിഴ്നാട് അംഗീകരിക്കത്തില്ല. ഇനി കേരളത്തിന് അണക്കെട്ട് കെട്ടാനാണെങ്കിൽ കെട്ടിയാൽ പോരെ? അതെ, ചോദിക്കേണ്ട കാര്യം കെട്ടിയാൽ പോരെ? ഞങ്ങളെ കെട്ടും. നമ്മുടെ പറമ്പിൽ അണക്കെട്ട് കെട്ടാൻ കേരളത്തിന് അനുവാദം കാര്യമുണ്ടോ? എന്റെ പറമ്പിൽ വേലട്ടെ എനിക്കല്ലേ അതിന് അനുവാദമുള്ളല്ലോ. അപ്പൊ ഇത് തട്ടിപ്പാണ്. ഒരിക്കലും ഇത് പ്രായോഗികമല്ല. ഒരിക്കലും പുതിയ അണക്കെട്ട് സാധ്യമല്ല. ഇത് ഇങ്ങനെ ഞങ്ങൾ പുതിയ അണക്കെട്ട് നിൽക്കുന്നു എന്ന് തോന്നലുണ്ടാക്കി ജനത്തെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ഇത് അന്തർ സംസ്ഥാന വിഷയമല്ല. കാരണം ഈ നദി ഉത്ഭവിക്കുന്നതും ഒഴുകുന്നതും കേരളത്തിലാണ്. ഞാൻ പറഞ്ഞപ്പോൾ കാവേരി എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ 2 സംസ്ഥാനത്തിനും വെള്ളത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഇതങ്ങനെയല്ല, ഇത് കേരളത്തിൻ്റെ നദി. പക്ഷേ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയത്. കാരണം അന്ന് മദ്രാസ് സംസ്ഥാനത്താണ് നമ്മൾ. മദ്രാശി സംസ്ഥാനം പണ്ടത്തെ മദ്രാസ് സംസ്ഥാനമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2000 ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചർച്ച നടത്തി അവർക്ക് വെള്ളവും നമുക്ക് സുരക്ഷയും എന്ന ധാരണയിൽ അവരെ വിശ്വാസത്തിലെടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. അത് മാത്രമേ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് വെള്ളം കിട്ടുമെന്ന കാര്യത്തിൽ അവർക്ക് പേടിയുണ്ട്. അത് അവർക്ക് വെള്ളം കൊടുത്ത് നമ്മൾ ഗ്യാരണ്ടി ഉറപ്പാക്കണം. അത് കേന്ദ്ര സർക്കാർ ഒരു അഗ്രിമെന്റ് ആക്കിക്കൊണ്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുത്താൽ ഉറപ്പാണ്. ഗ്യാരണ്ടി ആക്കണം, കേന്ദ്രം ഉറപ്പ് കൊടുക്കണം. അതെ, കേന്ദ്രം ഉറപ്പ് കൊടുക്കണം. അത്തരത്തിൽ നിയമം കൊണ്ടുവരണം. അല്ലെങ്കിൽ കേന്ദ്രം ഏറ്റെടുക്കണം. എന്നിട്ട് കേന്ദ്രം പുതിയ അണക്കെട്ട് പണിത് സംവിധാനം എന്താണെന്ന് അവർ ഉണ്ടാക്കി കൊടുക്കണം. ഇതിനൊക്കെ എളുപ്പമുള്ള പണിയെ പറയുന്നത് ഇവിടെ നിന്ന് കൊച്ചു ഡാമുകൾ പണിയുക അവിടെ തമിഴ്നാട്ടിൽ തന്നെ. എന്നിട്ട് ഇവിടുത്തെ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇവിടെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഇവിടെ കെട്ടിയിടാതെ ഇപ്പോൾ ഇവിടെ കെട്ടിയിട്ടിട്ട് ആവശ്യത്തിന് കൊണ്ടുപോയി. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പ്രശ്നം വെച്ചാൽ ഇതൊരു സംഭരണ കേന്ദ്രമായിട്ട് കിടക്കുക ഈ വെള്ളം. എന്നിട്ട് തമിഴ്നാടിന് ആവശ്യമുള്ള മാത്രം എപ്പോഴാണ് വേനൽക്കാലത്ത് അവർക്ക് ആവശ്യം, മഴക്കാലത്ത് ആവശ്യം അവിടെ കെട്ടിക്കിടക്കുവാണ്. അപ്പോൾ ഈ തമിഴ്നാടിന് ആവശ്യമുള്ളപ്പോൾ ഇവർ കൊണ്ടുപോകും. അപ്പോൾ അതിന് പകരം തമിഴ്നാട്ടിലെ കൃഷി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വലിയ ചെറിയ ഡാമുകൾ പണിയുക. എന്നിട്ട് ഈ ഡാമുകളിലേക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് താന്ന് കിടക്കും. അപ്പോൾ തന്നെ അണക്കെട്ടിൻ്റെ ഒരു ആഘാതം കുറേ. ഇപ്പോൾ 132 എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ്ട് 50ഓളം അടി പൊക്കി കെട്ടിരിക്കുന്നതാണ്. പിന്നെ ആണ് ഏതാണ്ട് അത്ര ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർക്ക് വേണമെങ്കിൽ 50 അടിയൊക്കെ ആയിട്ട് നിജപ്പെടുത്തി നിർത്താം വെള്ളം. എല്ലാത്തിനും കേന്ദ്ര സർക്കാരിനെ കൂടെ നിർത്തിയാൽ പോരെ? നമ്മുടെ എം പിമാർ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലോ? കാലാകാലങ്ങളിൽ ഇവിടുന്ന് ഡൽഹിയിൽ പോണ എം പിമാർക്ക് അവർക്ക് ഇതിൽ കൃത്യമായി ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ, കാലാകാലങ്ങളായി തമിഴ്നാട്ടുകാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കേരളത്തിലെ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ പണ്ട് കുറെ നേതാക്കന്മാർ നിരാഹാരം കടന്നപ്പോൾ ജയലളിത ഭീഷണിപ്പെടുത്തിയെന്നല്ലേ പറഞ്ഞു, നിങ്ങളെ സ്വത്തിന്റെ കണക്കാൻ പുറത്തു കൊടുത്തു. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതിനകത്ത് ആകെപ്പാട് ആത്മാർത്ഥമായിട്ട് ഇവിടെ നടത്തി നമ്മുടെ ആ പ്രേമേന്ദ്രൻ. അപ്പോഴാണ് നമുക്ക് കഥ മനസ്സിലാവുന്നതും. അപ്പോഴാണ് അദ്ദേഹം മന്ത്രിയുടെ സമയത്താണ് കൃത്യമായി അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുക്കുകയും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു. അക്കാഡമിക് തലത്തിൽ കാര്യങ്ങൾ കാണുന്ന ഒരാളായിരുന്നു.
അദ്ദേഹം പഠിച്ച വിഷയം അവതരിപ്പിച്ചു. എന്തായാലും മന്ത്രി ഇവിടുന്ന് പോയ പണ്ട് ചർച്ചയ്ക്ക് പോയ പല മന്ത്രിമാർക്ക് ഇത് എന്താണെന്ന് പോലും അല്ല അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴും ഇവർക്ക് അറിയത്തില്ല. അറിയില്ല. ഈ അടുത്ത കാലത്ത് മറ്റേ ഇയാൾ ഇതിനെ കുറിച്ച് പറഞ്ഞു, മോൻസിയോസ് പറഞ്ഞു കേട്ടില്ലേ, 142 ആക്കിയത് കേരളത്തിന്റെ കൂടി ആവശ്യപ്രകാരമാണെന്ന്. കേരളം 136 ഇത് എപ്പോഴും ആലോചിക്കേണ്ടത് 136 ഇതിന്റെ ജലനിരപ്പ്. ഈ 136 142 ആക്കണമെന്ന് തമിഴ്നാട് പോകുന്നു. നമ്മൾ അതിനെ എതിർക്കുന്നു. പക്ഷേ സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി കൊടുക്കുന്നു. എങ്കിലും തമിഴ്നാട് 142 വരാൻ അനുവദിക്കാറില്ല പലപ്പോഴും. അവർ 136 മുകളിലാകുമ്പോൾ തന്നെ വെള്ളം കൊണ്ടുപോകാറുണ്ട്. അവർക്ക് അനുമതി. ഇപ്പോൾ അവർ 152 ആക്കണമെന്നാണ്. അതാണ് നടപ്പില്ലാത്ത. ഇത് ആകെപ്പാടെ 170 അടി മാത്രമേ ഉള്ളൂ ഇതിന്റെ പൊക്കം. 152 ആക്കണമെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൻസിയോസ് പറയാണ് 142 നമ്മുടെ ആവശ്യപ്പെടാം, അത് കൂട്ടാൻ സമ്മതിക്കുന്നത്. അതായത് അടിസ്ഥാനപരമായി വിഷയം എന്താന്ന് പോലും അറിയാത്തവരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. ഈ ഒന്നും പഠിക്കില്ല, ഒരു കാര്യവും പഠിക്കാതെ ഇവരൊക്കെ തട്ടിവിടെയാണ് ഓരോ കാര്യം. പക്ഷേ വി ഡി സതീശനെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തോട് ചെയ്ത ദ്രോഹമാണ്. എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കാതെ അവിടെ ചെന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വി ഡി സതീശന് അച്ഛനെ പോലെ ഒരു വിഷണറിയായ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മിടുക്കനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കാന്നുള്ളത് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കാനും നടപ്പിലാക്കാനും ഒക്കെ സതീശന് കഴിയും. അപ്പോൾ എന്തായാലും മുല്ലപ്പെരിയാറിൽ ചതിക്കപ്പെടാതിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ര മാത്രമല്ല, കേരളം ചതിക്കപ്പെടുകയാണ്. ജനത്തിൻ്റെ ജീവനും സ്വത്തും ഒക്കെ നശിക്കാവുന്ന ഒരു സാഹചര്യം. 131 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നത് ആർക്കാണ് സംശയം? ബ്രിട്ടീഷുകാർ വെച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞ ഈ ഡാം ഇത്രയും കാലങ്ങളിൽ നിലനിന്നോണം നമ്മൾ കരുതാൻ. ന്യൂയോർക്ക് ടൈംസ് പോലും എഴുതി ലോകത്തെ ഏറ്റവും അപകടം അപകടകരമായ അണക്കെട്ടാണ്. എത്രയോ അണക്കെട്ടുകൾ ഇങ്ങനെ തകർന്ന് എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇവിടെ എല്ലാ കാര്യങ്ങളും ദുരന്തം സംഭവിച്ചതിന് ശേഷമാണല്ലോ പിന്നെ നമ്മൾ ഇറങ്ങുന്നത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി എടുക്കാൻ നമ്മൾ നേതാക്കന്മാർ പറയും. അങ്ങനെ ഒരു ശരിയായ രീതിയല്ല. എന്നാലും എടുക്കാറില്ല. ഇല്ല, എന്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞ വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ വീണ്ടും സംഭവിച്ചു എല്ലായിടത്തും. അതെ, ഞാൻ പറഞ്ഞ ഞങ്ങളുടെ അതിലേക്കൂടെ ആണല്ലോ ഈ എരുമേലിയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴി. ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഈ കണമലയ്ക്ക് മുമ്പ് ഒരു വളവുണ്ട്, അട്ടിവളവ് എന്ന് പറയും. ഈ അട്ടിവളവിൽ നിരന്തര അപകടം ഉണ്ടായിട്ട് അതിന് 30-35 പേര് ഇതിനോട് മരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അടുത്ത കാലത്താണ്, ഒരു 2-3 വർഷം മുമ്പാണ് ആ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബമ്പുകൾ ഉണ്ടാക്കുക, ഒരു മറ്റേ ഒരു എന്താ പറയുക ഗേറ്റിൽ ഒരു ഫെൻസിങ് ഉണ്ടാക്കുക, ഈ സൈഡ് അങ്ങനത്തെ എല്ലാം ചെയ്തിട്ട് എത്ര കാലമായുള്ളൂ. അപ്പോൾ അതിനുശേഷം അപകടമില്ല. അപ്പം ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ എത്രയോ ജീവൻ പോയാലും ഇവർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. റോഡിൽ അപകടം ഉണ്ടായ എന്തുകൊണ്ട് അപകടം ഉണ്ടായത് പഠിക്കുന്നുണ്ട്? ഇല്ലല്ലോ. ഇവിടെ പഠനമില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. എല്ലായിടത്തും പഠനമുണ്ട്. എന്തുകൊണ്ട് അപകടം ഉണ്ടായത് പഠിക്കും. അപകട കാരണത്തിന് പരിഹാരം ഉണ്ടാക്കും. അതില്ല. ഇവിടെ വിദഗ്ധന്മാർക്ക് യാതൊരു പഞ്ഞവും ഇല്ല. വിദഗ്ധന്മാർക്ക് ചില്ലറ മതി. അവർക്ക് ചില്ലറ വാങ്ങണം, അത്രേ ഉള്ളൂ. മുല്ലപ്പെരിയാറും പണ്ട് സംഭവിച്ചതൊക്കെ തന്നെയാണ്. വിദഗ്ധന്മാരെല്ലാം ചില്ലറ വാങ്ങി. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് ആവശ്യമാണ്. അത് ചാവക്കാട്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരുപാട് ഗൾഫുകാരുള്ള ഒരു ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലം, ഗൾഫിന്റെ ഒരു സമൃദ്ധിയുള്ള സ്ഥലം. ആയിഷ എന്ന പേരുള്ള ഒരു ഡോക്ടർ അവരുടെ ഭർത്തൃ വീട്ടിൽ കയറി താമസിക്കാനുള്ള അവകാശത്തിന് വേണ്ടി മുറ്റത്ത് സമരം നടത്തുകയാണ്. വളരെ ദയനീയമായ ഒരു സംഭവമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദുഃഖകരമായ കാര്യം. ഒരു ഡോക്ടറാണ്, അവരുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ്, വിദഗ്ധ ഡോക്ടറാണ്, അദ്ദേഹം പാത്തോളജിസ്റ്റ് ആണ്, വിദഗ്ധ ഡോക്ടറാണ് അദ്ദേഹം. KM ചെറിയാൻ ഹോസ്പിറ്റലായിരുന്നു, ഇപ്പൊ വേറെ എവിടെയാണ്, ഡോക്ടർ അലി. അപ്പം ഈ സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുക. ഇത് ലോകത്തെ അറിയിച്ച നമ്മളാണ് കേട്ടോ ആദ്യമായിട്ട്. ഇവർ കഴിഞ്ഞ കുറേ കാലമായി അവിടെ സത്യാഗ്രഹത്തിലായിരുന്നു. പക്ഷെ ആരും കൊടുക്കുന്നില്ല. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നന്നായി അവതരിപ്പിക്കാൻ അറിയത്തുമില്ല. ഇവരെ സോഷ്യൽ മീഡിയയുടെ ആളല്ല. പക്ഷെ ആരോ എവിടെയോ പറഞ്ഞു കേട്ടനുസരിച്ച് പീയൂഷാണ് അവിടെ പോയിട്ട് ആദ്യം അത് കവർ ചെയ്യുന്നത്. പീയൂഷിന്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. അങ്ങനെയാണ് അത് ചർച്ചയായി മാറുന്നത്. ഫോൺ ചെയ്തിരുന്നു ഇതേപോലെ സംഭവങ്ങൾ അവരെ നാട്ടിൽ പലതും സംഭവിക്കും, എല്ലായിടത്തും ഉണ്ട്. ഇത് വളരെ ഇപ്പൊ ഈ വിഷയം ഇത്ര വഷളായപ്പോൾ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിന്റെ ഒരു കഥ പറയാം. അതായത് ഈ ആയിഷയ്ക്ക് പ്രേമിച്ച് കെട്ടിയതാണ് ആയിഷ 20ാമത്തെ വയസ്സിൽ ഈ ഡോക്ടർ അലിയെ. പക്ഷെ അലിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തു. അലി അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ആയിഷയുടെ അലിയുടെ വീട്ടുകാർക്ക് ആയിഷയോട് താല്പര്യക്കുറവുണ്ടായിരുന്നു, സാമ്പത്തികത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ 100 പവൻ കൊടുത്തതാണ് 15 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ട് കുറച്ച് ദിവസം സ്വാഭാവികം എല്ലാ വീടുകളും ഉള്ളതുപോലെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. വീട്ടിൽ പോയി നിൽക്കുകയും ചെയ്ത സമയത്ത് ഈ അലി കോഴിക്കോട് പോയി മറ്റൊരു കല്യാണം കഴിച്ചു. അത് അയാളെ സ്വന്തം മഹലിന്റെ അനുമതി പത്രം കൂടാതെ അവിടുത്തെ ഒരു മഹലിന്റെ അനുവാദം മേടിച്ചു. വിവാഹമോചനം നേടിയിട്ടില്ല. അപ്പം ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇത് പ്രമാണിച്ച് ഇവർ കോടതി കൊടുക്കുന്നു. കോടതി ഇവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ അനുമതി കൊടുക്കുന്നു. ഈ അനുമതി കൊണ്ട് ചെല്ലുമ്പോൾ ഇവർ കയറ്റുന്നില്ല. ഗേറ്റ് അടച്ചു. അങ്ങനെയാണ് അവർ മുറ്റത്തേക്കും റോഡിലേക്കും സമരം വ്യാപിപ്പിച്ചതും നമ്മളതെല്ലാവരും പോയി എടുക്കുന്നതും. ഇപ്പം എല്ലാവരും മുഖ്യധാര പത്രങ്ങളും ചാനലുകളും എടുത്തിട്ടില്ല. അതാണ് നമ്മുടെ ചാനലുകളുടെ ഈ മതപ്പേടി എന്ന് പറയുന്നത്. ഒരു മതത്തിൻ്റെ, അതിപ്പം ഇസ്ലാം മതത്തിൻ്റെ എന്നല്ല,
ഒരു മതത്തിൽ ഒരുപക്ഷെ ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട അതെ. കുടുംബമായിരിക്കും, അതെ. ന്യൂനപക്ഷ മതങ്ങളുടെ പ്രത്യേകിച്ച് ഇവർ തൊടത്തില്ല. അത് അവരുടെ രീതിയാണ്. ഹിന്ദു ആണെങ്കിലും ഞാൻ പറഞ്ഞ അമൃതാനന്ദമയി മഠമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇവർ കൊടുക്കത്തില്ല, ആരും കൊടുക്കത്തില്ല, സ്വാധീനമുള്ളവരുടെ ഇത് കൊടുക്കത്തൊന്നുമില്ല. അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇതൊരു വലിയ ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ. ഇതുണ്ടാക്കിയിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ ഈ ആയിഷയുടെ സത്യാഗ്രഹത്തിന് പ്രസക്തി. അതായത് ഇവരുടെ ഒരു വാദം ഡോക്ടർ ആയിഷ അലിയുടെ ബന്ധുക്കളുടെ നമ്മുടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മറുനാട് എക്സ്ക്ലൂസീവ് വിശദമായി തന്നെ ഇതിന് വീഡിയോകളുണ്ട്, പലപ്പോഴും ഞാനിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വാദം ഇസ്ലാമിക നിയമം അനുസരിച്ച് അവർക്ക് 4 പേരെ കല്യാണം കഴിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന്. അതാണ് ആ വാദം അവർ ഉയർത്തിയതാണ് ഈ വിഷയം ഇത്രയും വഷളാകാൻ കാരണം 4 വിവാഹം കഴിക്കാൻ പറ്റും, സംശയമൊന്നും വരും. പക്ഷെ അതിന് ചില നടപടിക്രമങ്ങൾ. അത് ഇവിടെയാണ് ഏകീകൃത. ഇപ്പം ഇത്തരം വാർത്ത വെളിയിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മളോട് ഇസ്ലാമോഫോബിയാണ്, മുസ്ലിം വിരോധമാണ്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇസ്ലാമിക നിയമം നടപ്പിലാക്കേണ്ടത് വാസ്തവത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. ഇപ്പോൾ സൗദി അറേബ്യ ശരീഅത്ത് നിയമം അനുസരിച്ച് ജീവിക്കുന്ന രാജ്യമാണ്. അതെ. അല്ല UAE പോലും, UAE നമുക്ക് അവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവിടെ ശരീഅത്ത് നിയമമാണ്. ഇറാൻ പോട്ടെ, ഞാൻ പറഞ്ഞ UAE പോലുള്ള, UAE എന്ന് പറയുന്നത് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ വെച്ച് നോക്കിയാൽ വളരെ ഫോർവേഡായിട്ട് രാജ്യമാണ്. ഇപ്പം UAE-യിലെ ബീച്ചുകളിൽ ബിക്കിനി ഇട്ടുകൊണ്ട് സ്ത്രീകൾ ഇറങ്ങാറുണ്ട്. അവിടെ എല്ലാ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊക്കെ ഉള്ള, അവിടെ മദ്യമുണ്ട്. അതിന് ചില നിയന്ത്രണങ്ങളുണ്ടാവും, പക്ഷെ അവിടെ മദ്യമുണ്ട്, അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ ശരീഅത്ത് നിയമമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അവിടുത്തെ നിയമം ശരീഅത്താണ്. അപ്പോൾ അവിടെ 4 പേർക്ക് കല്യാണം കഴിക്കാൻ 4 പേരെന്നൊരു പ്രശ്നമില്ല. സൗദിക്കാവാം, പാകിസ്ഥാനിലാവാം. കാരണം അതൊരു ജനാധിപത്യ രാജ്യമാണെങ്കിലും പാകിസ്ഥാനിൽ ഭരണഘടനാപരമായി തന്നെ അവർക്ക് ശരീഅത്ത് അവരുടെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ നമ്മുടെ ഒരു കാരണവശാലും ഈ രാജ്യത്തുള്ള നിയമം, ഇസ്ലാമിക നിയമങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗം വരാൻ പാടില്ല, ഹിന്ദു നിയമങ്ങളും വരാൻ പാടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഫാമിലി ലോ എന്ന് പറയുന്നത്, ഇത് വലിയ പ്രധാനം, ഫാമിലി ലോ ഉണ്ട്. ഈ ഫാമിലി ലോ ഇപ്പോഴും ഒരു ഏകീകൃത നിയമമില്ല. അപ്പോൾ ഈ കുടുംബ സ്വത്ത്, കല്യാണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, വിവാഹം, സ്വത്തവകാശം, ഈ പിന്തുടർച്ചാവകാശം, ഈ രണ്ടുമാണ് നമ്മുടെ ഫാമിലി നിയമത്തിൽ വരുന്നത്. ഈ ഫാമിലി നിയമങ്ങൾ നിർഭാഗ്യവശാൽ പണ്ട് മുതലേ ഉള്ള റിലീജിയസ് ആയിട്ടുള്ള നിയമങ്ങൾ, ഇപ്പം ഹിന്ദു സക്സഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണുള്ളത്. അതിനകത്ത് ഹിന്ദുവും സിഖുകാരനും ബുദ്ധനും അതിനകത്ത് വരും. പിന്നെ ഇസ്ലാമിന് ഈ ശരീഅത്ത് നിയമമാണ് വെക്കുന്നത്. ക്രിസ്ത്യാനിക്ക് അങ്ങനെ നിയമം ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ മേരി റോയുടെ കേസോടുകൂടി ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം അങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മതത്തിനും ഓരോ രീതിയിലാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ പണ്ട് പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വത്തില്ല എന്നുള്ള അതാണ് നിയമം. പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെവിടെയാണ് സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബം, ആവറേജ് സ്വത്തുള്ള ക്രിസ്ത്യൻ കുടുംബം ആണെങ്കിലും നമ്മളൊക്കെ നമ്മുടെ സ്വത്തിനേക്കാൾ കൂടുതലാണ് സ്ത്രീകൾ കൊടുക്കും. ഇപ്പം എൻ്റെ അപ്പൻ്റെ 2 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പെങ്ങളെ കെട്ടിക്കുമ്പോൾ ആ ഭൂമിയുടെ നിയമം പറയുകയാണെങ്കിൽ ഞങ്ങൾ 7 മക്കളിൽ ആ 7-1 കൊടുത്താൽ മതി. പക്ഷെ ഞങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മളെല്ലാവരോടും കൂടി കഷ്ടപ്പെടണം. ഇതാണ് സാധാരണ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നടക്കുന്നത്. ഇനി ഒരു ഇടത്തരം കുടുംബമെന്ന് വെച്ചോളൂ, അതായത് അത്യാവശ്യം കാശ് ആണെങ്കിൽ പോലും പെണ്ണുങ്ങൾക്ക് പരമാവധി കൊടുക്കും, പരമാവധി കൊടുക്കും അവർക്ക് സ്വത്തും വീടും. പക്ഷെ ഒരുപാട് സ്വത്തുള്ളിടത്ത് വരുമ്പോൾ ഇത് പോരാന്ന് തോന്നലുണ്ടാവും. അതാണ് മേരി സമ്പന്ന കുടുംബം. അങ്ങനെയാണ് മേരി റോയി സ്വത്തിന് വേണ്ടി കേസിന് പോകുന്നത്. സ്വാഭാവികമല്ല, കോടതി പറഞ്ഞു തുല്യാവകാശമാണ്. ഇപ്പം തുല്യാവകാശമാണ്. പക്ഷെ ആ തുല്യാവകാശം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോഴും പഴയ പോലെ തന്നെ ക്രിസ്ത്യൻ കുടുംബം കൊടുക്കുക ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്ത്രീയും ചില സ്ത്രീകൾ മാത്രം അത് പ്രശ്നം ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇവിടെ മുസ്ലിം കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ വിവാഹം എന്ന് പറയുന്നത് ഇപ്പം ആകെപ്പാടെ മോദി ചെയ്ത വലിയ കാര്യങ്ങളൊന്നാണ് ഈ തലാക്ക്, ഈ ട്രിപ്പിൾ തലാക്ക്, മുത്തലാക്ക് എന്തൊരു ഭീകരമായിരുന്നു. ആളുകൾക്ക് അന്ന് പറഞ്ഞ 3 തവണ ചൊല്ലിയാൽ മതി, ചുമ്മാ പറഞ്ഞാൽ തലാക്ക് 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 എന്ന് 3 തവണ പറഞ്ഞാൽ വിവാഹമോചനം. എന്തൊരു അന്യായമായിരുന്നു. അത് തിരിച്ച് സ്ത്രീകൾക്ക് എന്തോ ഫസഹ അങ്ങനെ എന്തോ ഒരു, പക്ഷേ അത് നടക്കൂല, പ്രായോഗികമല്ലല്ലോ. അപ്പൊ ഈ 3 തലാക്ക് ചൊല്ലി ഒഴിവാക്കുന്ന മോദി ഒഴിവാക്കി. പക്ഷേ ഇപ്പോഴും വിവാഹമോചനം തലാക്ക് തന്നെയാണ്. ഒരാളെ വിവാഹമോചനം ഈ മുത്തലാക്കാണ് നിർത്തിയത്. അതെ, 3 തവണ ചില നിങ്ങൾ. പക്ഷെ സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തലാക്ക്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അവർക്ക് സാധാരണ വിവാഹമോചനം. ഇപ്പം ഞങ്ങളുടെയാണെങ്കിൽ പോലും വിവാഹമോചനത്തിന് നമ്മൾ കോടതിയിൽ പോയി വിവാഹമോചനം വാങ്ങിയാലും പള്ളിയിൽ നിന്ന് വിവാഹമോചനം ഉണ്ട്. പിന്നെ പള്ളിയിലെ വിവാഹമോചനം നമുക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അത് പള്ളിയിലെ വിവാഹമോചനം കോടതി പോലല്ല. കോടതിയിലാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം നടന്നാൽ കിട്ടി, പള്ളിയിലെ കിട്ടത്തില്ല.
ദൈവം ചേർത്തത് ദൈവം ഒരുമിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ളതാണ്. ഏറ്റവും ടഫായിട്ടുള്ള അച്ഛന്മാരായിരിക്കും ഈ കോടതി, ഈ രൂപതാ കോടതിയുണ്ട്. രൂപതാ കോടതി ജഡ്ജ് എന്ന് പറയുന്നത് ആ രൂപതയിൽ ഏറ്റവും ടഫായിട്ടുള്ള, നമ്മളോട് ചിരിക്കുക പോലും ചെയ്യാത്ത ആളായിരിക്കും. എങ്ങനെയെങ്കിലും ഈ കേസിന് പോയാൽ മടുത്തു പോകും. അവിടെ ചെന്ന് എനിക്ക് പരിചയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഞാൻ പോയിട്ടുള്ളതാണ്. ഈ വെള്ളം കുടിപ്പിച്ചിട്ട് ഈ വിവാഹമോചനം കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അറിയോ, ജീവിതത്തിൽ അവർ പള്ളിയിൽ പോകത്തില്ല. അത്ര ടഫാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പുരുഷന്മാർക്ക് 4 കെട്ടാവുന്നത് കൊണ്ട് ഇവർ അടുത്ത ആളെ കെട്ടും. പക്ഷേ ഇത് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ അതിന് ചട്ടങ്ങളുണ്ട്. ഇപ്പം എനിക്കാരും കൃത്യം അറിയത്തില്ല, പക്ഷെ ആദ്യത്തെ സ്ത്രീയുടെ അനുമതി വേണമെന്നൊക്കെ വേണമെന്നുണ്ട്. ഇവർ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ട്, മക്കളാരും നോക്കണമെന്നുണ്ട്, അങ്ങനല്ല നമ്മൾ പറയുന്നത് അങ്ങനെ വിവാഹമോചനം അല്ല പറയുന്നത്. കല്യാണം കഴിക്കും മറ്റേ ഭാര്യയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തണം. ഇവിടെ ഇതൊന്നും നോക്കാതെ കൂളായിട്ട് ഈ സ്ത്രീയെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേറെ അടുത്ത് കല്യാണം. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് ചെയ്തതെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും. ഇവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ 4 പേരെ കല്യാണം കഴിക്കാം എന്ന അവകാശം ഉണ്ടെങ്കിലും പൊതുവെ ഈ പരിഷ്കൃത സമൂഹത്തിൽ എനിക്ക് പരിചയമുള്ള മുസ്ലിംസ്, ഞാൻ പറയും, എനിക്ക് ഒരുപാട് പേരെ പരിചയമുണ്ട്. നല്ല നിലയിലിരിക്കുന്നവരും സാധാരണക്കാരുമായി എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഡോക്ടർ മുഹമ്മദ് ഇഫ്തിഖാറെ, ഷാജഹാൻ എന്ന് പറഞ്ഞ പെരിങ്ങമല കോളേജിലെ അധ്യാപകനായ ഹയർ സെക്കൻഡറി അധ്യാപകൻ ഷാജഹാനെ, ഫൈസല്, ജാസ്മിൻ ഷായെ, നമുക്ക് വളരെ അടുപ്പമുള്ള ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവരാരും വേറൊരാളെ കല്യാണം കഴിക്കുന്നത് ആലോചിച്ചു. നമ്മുടെ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു ഭാര്യ, ഒരു കുടുംബം, ഇതാണ് പരിഷ്കൃത സമൂഹത്തിന്റെ അടയാളം. പക്ഷെ ചിലര് ഇപ്പോഴും ഈ അപരിഷ്കൃതമായ പഴയ രീതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് ഇതോടുകൂടി ഇത് വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്യും. ഇതെല്ലാം ഇപ്പം പർദ്ദ ധരിക്കുമ്പോൾ നമ്മുടെ അവകാശമാണ് എന്നാണ് പറയുന്നത്, നമ്മുടെ ചോയ്സ് ആണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ചോയ്സ് ആണ് എന്ന രീതിയിൽ ഇവർ വരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ശരി, ഇപ്പം ഇതിനകത്തൊക്കെ ഇവർ വിവാദം പറഞ്ഞിട്ട് ഞങ്ങളുടെ അവകാശമാണ്. മാത്രമല്ല ഒരു പ്രായ മനുഷ്യന്റെ ബൈറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അയാൾ 2 വാങ്ങാൻ അയാൾ പറയുന്നുണ്ട്. നമ്മുടെ അബ്ദുൽ സമദാനിക്കുണ്ടെന്ന് തോന്നുന്നു, ഒന്നിലധികം ഉണ്ട്, മദനിക്കുണ്ടെന്ന് തോന്നുന്നു, ഒരുപാട് പേർക്കുണ്ട്, ഒരുപാട് ഇത്തരത്തിലുള്ള പ്രമുഖർക്ക് ഒന്നിലധികം ഭാര്യ. അൻവറിനുണ്ട്, പി വി അൻവറിനുണ്ട്. അതുകൊണ്ട് പി വി അൻവറിനെ കുറിച്ച് എന്നോട് ഒരാൾ പറഞ്ഞ സത്യമാണെന്ന് എനിക്കറിയത്തില്ല. വിവാഹ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ചെന്നാൽ ആ വിവാഹ പ്രശ്നം പരിഹരിക്കുന്നത് അറിയില്ല, നമുക്ക് സത്യമാണെന്ന് അറിയത്തില്ല. ചില മലബാറിലെ പല പ്രമുഖരായ ചില ആളുമായിരിക്കും നമ്മൾ ചരമം നോക്കുമ്പോൾ ഭാര്യമാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ വിദ്യാഭ്യാസമുള്ള മനുഷ്യര് ഭാര്യയെ ഒരു ഭാര്യയോടൊപ്പം ജീവിക്കുക, ഏത് സ്ത്രീയും തങ്ങളുടെ ഭർത്താവ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വാസ്തവമാണ്, ഇല്ലേ? ഏത് സ്ത്രീ തങ്ങളുടെ ഭർത്താവിനെ പങ്കുവയ്ക്കാൻ മാനുഷിക പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം, എനിക്ക് ഈ വിഷയത്തിൽ ആയിഷയുടെ കാര്യത്തിൽ എനിക്കുണ്ട് അവസാനം ഈ വിഷയം ഇവിടെ ചർച്ചയാവുന്നു. ആദ്യമായിട്ട് ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിലെ ബഹുഭാര്യാത്വം ഒരു ചർച്ചയാവാൻ കാരണമായിട്ടുണ്ട്. മുഖ്യധാര പത്രങ്ങളോ ചാനലുകളോ എടുത്തിട്ടില്ല, പക്ഷെ അവഗണിക്കാൻ വലിയ തോതിൽ ചർച്ചയായി. നമ്മൾ തുടങ്ങി വെച്ചതാണ്. ആ തുടങ്ങി വെച്ച വിഷയം എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് വലിയ ചർച്ചയാവുന്നു. ഇവിടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് പഴയതിനേക്കാൾ ഈ എന്താ പറയുന്ന ഒരു തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായി. പണ്ടത്തെ പോലെ ഉന്നത വിദ്യാഭ്യാസം നേടി അവർ പ്രൊഫഷണലുകളാവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നേരെ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നുള്ളത് ഏറ്റവും വിചിത്രമായ. അതിപ്പോൾ ഈ ഐഷയുടെ പോരാട്ടം വലിയൊരു നാഴികക്കല്ലാണ്. പുരോഗമനവാദികളും ഫെമിനിസ്റ്റുകളും ഒന്നും അംഗീകരിക്കില്ല ഐഷ ആയതുകൊണ്ട്. അതേസമയം ഒരു ഹിന്ദു സ്ത്രീ ആയിരുന്നു പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഹിന്ദു സമുദായത്തെ ശുദ്ധീകരിക്കാനുള്ള സാംസ്കാരിക വിപ്ലവത്തിൽ ആഘോഷിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഐഷയ്ക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ധാരാളം മുസ്ലിം സ്ത്രീകൾ ഐഷയെ പിന്തുണച്ചു, ധാരാളം പേർ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായ വലിയൊരു സാംസ്കാരിക വിപ്ലവമായി. അതായത് ഈ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിം സ്ത്രീകൾ തന്നെ, ഇവരൊക്കെ വിശ്വാസികളാണ്, ഇവരാരും എക്സ് മുസ്ലിംസ് അല്ല, ഇവരൊക്കെ വിശ്വാസികളാണ്. ഈ മുസ്ലിം സ്ത്രീകൾ തന്നെ അവർ സ്ത്രീത്വത്തെ അടിച്ചമർത്തുന്ന മത നയങ്ങൾക്കെതിരെയും നിലപാടുകൾക്കെതിരെയും ശബ്ദമുയർത്തുന്ന ഒരു പ്രവണത ശക്തിപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആരിഫിന്റെ സ്വാധീനമാവാം, വലിയ തോതിലുണ്ടാവും, കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. മാത്രമല്ല ഇപ്പൊ നമുക്ക് മുസ്ലിം ലീഗിന് ഒരു വനിതാ MLA ഉണ്ടല്ലോ, കാര്യമല്ല, ഇത്രയും കാലം ആദ്യം മുസ്ലിം ലീഗിന് വനിതാ MLA കിട്ടി. ഏത് വസ്ത്രം ധരിക്കണം, പർദ്ദ ഇടണം, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകൾ ജീവിത പങ്കാളികളായി നിയമപരമായി വേണം എന്ന ശാഠ്യം
ഈ പരിഷ്കൃത കാലത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നു. ആ ചർച്ചയ്ക്ക് തുടക്കമിട്ട ആയിഷയ്ക്ക് അഭിവാദ്യങ്ങൾ. ആയിഷ തന്റെ സമരത്തിൽ വിജയിക്കട്ടെ, അത് കേരളീയ സമൂഹം ഏറ്റെടുക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് ആയിഷമാർ ഇതുപോലെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ആയിഷ ഒരു പ്രൊഫഷണലാണ്, അവർക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ. ഇതൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആയിഷയ്ക്ക് വിജയമുണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.